ഹലോ, നമുക്കപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡ് അങ്ങ് ചെയ്താലോ? വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ 2 ഇഞ്ചിൻ്റെ ഗ്രോസ് ഗർ റിബണാണ് എടുത്തിട്ടുള്ളത്. 10 പെറ്റൽസ് 10 പീസ് നമുക്ക് വേണം. 8 സെൻറ്റിമീറ്റർ നീളത്തിൽ 10 പെറ്റൽസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് ഈ 10 എണ്ണത്തിൻ്റെയും 10 പീസിൻ്റെയും എഡ്ജ് ഇങ്ങനെ രണ്ട് സൈഡ്സ് എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഉരുക്കിയെടുക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് ഉരുക്കിയെടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മുടെ എന്താ പറയുക റിബണാണ്, ഒരു സാറ്റിൻ ടച്ചുള്ള റിബണാണ്. ഒരു ഗ്ലേസിങ് കുറച്ച് കുറവെന്നേ ഉള്ളൂ. സാറ്റിനും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക സെൻറ്ററിൽ. 2 ഇഞ്ചിൻ്റെത് 8 സെൻറ്റിമീറ്റർ നീളത്തിലാണ്, 8 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കേട്ടോ. അതിനുശേഷം തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്യുക. ഇനി നമ്മളിപ്പം ഫ്രണ്ടിലോട്ടല്ലേ മടക്കിയത്, അടുത്തത് ബാക്കിലോട്ടാണ്. ഇതുപോലെ ബാക്കിലോട്ട് മടക്കുക. അതിനുശേഷം അതിൻ്റെ എഡ്ജില്ലേ അതിൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് മടക്കുക. ആ എഡ്ജ് കറക്റ്റ് രണ്ടും ഒരുപോലെ നിൽക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മടക്കുമ്പോഴേ. ഇതുപോലെ വളരെ സിമ്പിളാണ് ഇത്. നമുക്ക് എല്ലാം ഒരുമിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് ഇതുപോലെ മടക്കി വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്നോരോന്ന് ഇതുപോലെ ചെയ്ത് കോർത്തെടുക്കാം. അപ്പോൾ കോർക്കുന്നത് കുറച്ച് സ്റ്റിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്തത് സെൻറ്ററിലോട്ട് മടക്കി ഇതുപോലെ നൂല് ഇളകി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊന്ന് ഉരുക്കിയെടുക്കുന്നത് നല്ലതാണെന്ന്. അതിനുശേഷം അടുത്തത് ബാക്കിലോട്ട് മടക്കുക. അതിൻ്റെ എഡ്ജ് എപ്പോഴും ഒരുപോലെ നിൽക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനെ തിരിച്ച് ഫ്രണ്ടിലേക്ക് മടക്കിയെടുക്കുക. കണ്ടോ, ഈ വിടർന്ന് നിൽക്കുന്ന പോർഷൻ കണ്ടോ, ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് എന്താ പറയുക, ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, ഇതുപോലെ നിൽക്കും. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഈ വിടർന്ന് നിൽക്കുന്ന ഭാഗം മേലോട്ട് അടുത്ത ആ എഡ്ജില്ലേ ആ ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. 4 സ്റ്റിച്ചാണ് ഒരു സൈഡിൽ 4 അടുത്ത സൈഡിൽ 4. 1 2 3 4 ഇതുപോലെ 4 ഇങ്ങനെ രണ്ട് സൈഡിലും. എന്നുവെച്ചാൽ വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ആർക്കും പുതുതായിട്ട് ചെയ്യുന്നവർക്ക് കണ്ട് ചെയ്യാൻ പറ്റാത്ത കേട്ടോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എഡ്ജ് ഭാഗം ആണ് ചെയ്യുന്നത്. ആ വിടർന്നിരിക്കുന്ന ഭാഗം മേലിലോട്ട് നിർത്തുക. ഇതുപോലെ ആ എഡ്ജ് വരുന്നില്ല ആ പോർഷനിലോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരു സൈഡിൽ 4 അടുത്ത സൈഡിൽ 4. ഇത് ശരിക്കും പറഞ്ഞാൽ പല കളറിൽ ഞാനിത് ഇങ്ങനെ ഒത്തിരി കളറിൽ ചെയ്തായിരുന്നു കേട്ടോ. ബ്ലൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, ബ്ലൂ, പിങ്ക്, റെഡ്. അപ്പോൾ ഇത് പല കളറിൽ. പിന്നെ സൈഡിൽ ഗോൾഡൻ ലൈനുള്ള ഇതിലൊക്കെ ചെയ്യാം നമുക്ക്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 2 ഡബിൾ ഷെയ്ഡിലൊക്കെ ചെയ്യുമ്പോഴൊക്കെ വളരെ ഭംഗിയാണ്, ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് നല്ല രസമായിട്ട് ചെയ്യാം. ഇത് ഹെയർ ക്ലിപ്പും ഇതിപ്പോൾ ഹെയർ ബാൻഡാണ് ഞാൻ ചെയ്തത്. ഹെയർ ക്ലിപ്പും ചെയ്യാം, നമ്മുടെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പല ഇതിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 6 എണ്ണം കോർത്തെടുത്തു, 6ാമത്തത് കോർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ലെയറാണ്. ഒരു ലെയറിൽ 6 എണ്ണവും അടുത്തതിൽ 4 എണ്ണവും, ഒന്നിൽ 6ഉം അടുത്തതിൽ 4ഉം. അപ്പോൾ 6 ആദ്യം ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുക, അതിനൊന്ന് ടൈ ചെയ്തെടുക്കുക. ടൈ ചെയ്യുമ്പോൾ എല്ലാം പുറത്തേക്ക് നമ്മൾ വിടർന്ന് നിൽക്കുന്ന പോർഷൻ പുറത്തേക്ക് ആക്കിയിട്ട് വേണം ഒന്ന് നമുക്ക് ടൈ ചെയ്യാനായിട്ട്. ഈ ടൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് വലിച്ചു മുറുക്കിയൊന്നും ടൈ ചെയ്യേണ്ട കേട്ടോ. ആവശ്യത്തിന് ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഞെരുകിയിരിക്കും, ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ തീരെ ടൈറ്റ് ആക്കണ്ട, എന്നാൽ ആവശ്യത്തിനുള്ളത് മതിയാകും. കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ സെൻറ്ററിലൊരു ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ, അത് പ്രശ്നമല്ല. കാരണം ഫ്രണ്ടിൽ നമ്മൾ വേറൊരു ലെയർ കൊടുക്കുന്നു. ഇതുപോലെ. ഇനി അതിനുശേഷം നന്നായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് ടൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നൂലൊക്കെ നന്നായിട്ട് കാണാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ടൊന്ന് വിടർത്തിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ 2 പോർഷനായിട്ടല്ലേ നിൽക്കുന്നത്. ഇതുപോലെ ഒന്ന് മേളിലോട്ട് ആ പെറ്റൽസിനെ ഒന്ന് വിടർത്തിയെടുക്കുക. ഉണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മളിപ്പോൾ വിടർത്തിയാലും കാരണം നമ്മളിനി ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് ചേർന്ന് വരും. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് 4 അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ടൈ ചെയ്തെടുക്കുകയാണ്. ഇത് സാറ്റിൻ റിബണിൽ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് നമുക്ക് സാറ്റിൻ റിബണിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഭംഗി കേട്ടോ. ഈ പ്രീമിയം സാറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതൊന്നും ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് നിൽക്കും. എൻ്റെ കയ്യിൽ ശരിക്കും പറയാം നമ്മുടെ സാറ്റിൻ റിബൺ, പ്രീമിയം സാറ്റിൻ മറ്റേതല്ല 2 ഇഞ്ചിൻ്റെ ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അതാണ് 2 ഇഞ്ചിൻ്റെതാണ് കുറച്ച് വലുതായിട്ട് ചെയ്ത് നമുക്ക് കാണാം. ഈ ഫോൾഡിങ് ഗോളുകൊണ്ട് 2 ഇഞ്ചാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതുപോലെയാണ് വിടർത്തിയെടുക്കുന്നത്. അപ്പോൾ അവർ കണ്ടില്ലേ, വിടർന്ന് നിൽക്കും ഇങ്ങനെ.
ഇതിപ്പോൾ ഈ ജസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നില്ലേ, അതിനെ മാത്രം വെച്ചിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പ് ചെയ്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത് ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഫെൽറ്റ് ഷീറ്റ്. അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അതിനെക്കാട്ടിലും എളുപ്പം നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു പീസ് കട്ട് ചെയ്യുക, അതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല, ആർക്കും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും. പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇനി അതിലേക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇനി ഗ്ലൂ ഗൺ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാതിരിക്കരുത്. ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, നമ്മുടെ സാധാരണ B7000 ഗ്ലൂ മതി. അത് നന്നായിട്ട് പേസ്റ്റ് ആയിക്കോളും കേട്ടോ. കണ്ടോ, അത് നന്നായിട്ട് കാരണം നല്ല ചൂടാണ് കേട്ടോ. കാരണം എൻ്റെ ഇരിക്കുന്ന ഇപ്പോൾ ഉള്ളത് 80 വാട്ട്സിൻ്റെ ആണ്. അത് നല്ല മെൽറ്റായിരിക്കും, പെട്ടെന്ന് നമുക്ക് കൈയൊന്നും വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത സെൻറ്ററിൽ അടുത്ത ലെയറിൽ ഫ്രണ്ടിൽ ഒരു ലെയറിലും കൂടെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് ഇതാവും. മറ്റേതൊരു 1 to 2 മിനിറ്റ്സ് നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേസ്റ്റായി. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അതങ്ങ് ഇതായി കഴിയും. കാരണം നമ്മൾക്കൊക്കെ ഇങ്ങനെ ഓർഡർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. ഇനി സെൻറ്ററിലേക്ക് എന്താണ് നമ്മളെ കയ്യിലുള്ള ഒരു ബീഡോ എന്തെങ്കിലും. ഇത് ഞാനൊരു കട്ട് ബീഡ്സ് എടുത്തിട്ട് അതിൽ സ്റ്റോൺ ചെയിൻ കവർ ചെയ്തെടുത്തതാണ് കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി ചെയ്ത് വെച്ചിരിക്കും, നമുക്കിങ്ങനെ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി അടുത്ത ബാക്കിലേക്ക് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ, ഇത് സർക്കിൾ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം, നമുക്ക് ഏത് ഷേപ്പിൽ വേണം എടുക്കാം കേട്ടോ. ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ഹെയർ ബാൻഡ് വെച്ചു ഇങ്ങനെ പ്രസ് ചെയ്തു. കണ്ടല്ലോ. ഇനി ഇത് എത്ര വലിച്ചാലും ഇളകി വരത്തില്ല കേട്ടോ, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഗ്ലൂ ഗണ്ണൊക്കെ ആയാലും നമ്മുടെ B7000 ആയാലും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ. എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പറയില്ലേ, ആ പെറ്റൽസൊക്കെ ഇങ്ങനെ വിടർത്തി എടുക്കുക. ഇത് പല കളറിൽ, ഇതിൻ്റെ യെല്ലോ ഓറഞ്ചൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കണ്ടേ, ഇത് നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല രസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കളർ ഇതാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.